പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. പറയിപെറ്റ പന്തിരുകുലം. വരരുചി ദീർഘമായ ഒരു യാത്രയ്ക്ക് തയ്യാറായി. ഭാണ്ഡവുമെടുത്ത് വിക്രമാദിത്യന്റെ മുന്നിൽ ചെന്ന് നിന്നു. ഇപ്പോൾ തന്നെ വേണോ വരരുചി ഈ യാത്ര? കുറച്ച് കഴിഞ്ഞിട്ട് പോരെ? ചക്രവർത്തി ചോദിച്ചു. ഞാൻ പോയി വരാം. എന്നേക്ക് വരും? അതിപ്പോൾ പറയാൻ വയ്യ. എന്തായാലും 5-6 മാസമെങ്കിലും വേണ്ടിവരും. കഴിയുന്നതും വേഗം വരൂ. താങ്കളില്ലാത്ത സദസ്സ് ഒരു സദസ്സല്ല. മാത്രമല്ല, ചില കാര്യങ്ങൾ താങ്കളുമായി ആലോചിച്ച് തീരുമാനിക്കാനുമുണ്ട്. ഭരണസംബന്ധമായ കാര്യങ്ങളാണ്, വിക്രമാദിത്യൻ പറഞ്ഞു. ഞാൻ കഴിയുന്നതും വേഗം തിരിച്ചു വരാം. വരരുചി കൈകൂപ്പി പുറപ്പെട്ടു. വയൽവരമ്പത്തെത്തിയപ്പോൾ അഭിമുഖമായി അതാ ഒരാൾ വരുന്നു. എവിടെ വച്ചാണ് താൻ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്? ഒരുപാട് മുഖങ്ങൾ ഓർമ്മയിലുണ്ട്. ചിലപ്പോൾ തിരിച്ചറിയാൻ കഴിയാറില്ല. എന്നെ മനസ്സിലായില്ലേ? ചാരുദത്തൻ. അങ്ങയുടെ അടുത്ത് ഒരു സംശയവും കൊണ്ടുവന്നത് ഓർമ്മയില്ലേ? ഏതാണ്ട് 4 വർഷങ്ങളായിട്ടുണ്ടാവും. അയാൾ പരിചയപ്പെടുത്തി. വരരുചിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. ജ്യോതിഷം കലക്കിക്കുടിച്ച ആളാണ് ചാരുദത്തൻ. എന്നിട്ടും സംശയങ്ങളുണ്ടായി. കേമദ്രുമയോഗത്തിലെ ഫലാനുഭവങ്ങളെക്കുറിച്ച് ഒരു സംശയം. താൻ സംശയം ദൂരീകരിച്ചു കൊടുത്തു. എങ്ങോട്ടാ? ചാരുദത്തൻ ചോദിച്ചു. പതിവ് പോലെ ഒരു യാത്രയ്ക്കിറങ്ങുകയാണ്. കുറച്ചു ദിവസം കഴിഞ്ഞേ തിരിച്ചു വരൂ, വരരുചി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. ചാരുദത്തൻ വരരുചിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. 5 വയസ്സെങ്കിലും ഏറും വരരുചിക്ക്. താൻ 4 കുട്ടികളുടെ പിതാവായി കഴിഞ്ഞു. വരരുചി ഇതുവരെ വിവാഹിതനായിട്ട് പോലുമില്ല. ഈ അലച്ചിലെല്ലാം ഉപേക്ഷിച്ച് എന്തുകൊണ്ട് സ്വസ്ഥമായൊരു ജീവിതം അദ്ദേഹം സ്വീകരിക്കുന്നില്ല? ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ച് ജീവിതം സുഖമായിട്ട് കഴിച്ചുകൂട്ടുകയല്ലേ വേണ്ടത്, തിരുമേനി? അല്ല, ചോദിക്കട്ടെ, ഇന്നാട്ടിലുള്ള അങ്ങയുടെ സമപ്രായക്കാരെല്ലാം വിവാഹം കഴിച്ച് ഭാര്യയും കുട്ടികളുമായി സസുഖം പാർക്കുന്നു. തിരുമേനി മാത്രം ഏകനാണ്, ഇന്നും ഏകൻ. ഇതിനൊരു മാറ്റം എന്നാണ് വരാൻ പോകുന്നത്? ചാരുദത്തൻ ചോദിച്ചു. വരരുചി ഒരക്ഷരം ഉരിയാടിയില്ല. ഒരു നിമിഷം ചാരുദത്തൻ്റെ മുഖത്തേക്കുറ്റുനോക്കുക മാത്രം ചെയ്തു. വിവാഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നദിയിലൊഴുക്കിയ പിഞ്ചു കുഞ്ഞിനെ ഓർമ്മ വരുന്നു. മനസ്സാകെ അസ്വസ്ഥമാകുന്നു. ഒരു വലിയ കുറ്റബോധം ഹൃദയത്തെ കലശലായി വേദനിപ്പിക്കുന്നു. ഇല്ല, ജീവിതത്തിൽ വരരുചിക്ക് വിവാഹം വിധിച്ചിട്ടില്ല. വരരുചി ധൃതിയിൽ നടന്നു. ചാരുദത്തൻ അദ്ദേഹം നടന്നകലുന്നതും നോക്കി അങ്ങനെ നിന്നു. 4 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം വരരുചി ഒരു ബ്രാഹ്മണഗൃഹത്തിലെത്തി. നേരം പുലർന്നു കഴിഞ്ഞിരുന്നു. പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ വായിച്ചത് പ്രീതി.